പുന്നേക്കാട് ചെക്ക് പോസ്റ്റിന്റെ ഇരുവശങ്ങളിലും റബ്ബർ പാടുകളും റിഫ്ലക്ടറുകൾ കൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുട്ടമ്പുഴ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫാം എന്ന കർഷക സംഘടനയാണ് ആവശ്യവുമായി എത്തിയിരിക്കുന്നത്. ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റി പുന്നേക്കാട് ഭാഗത്ത് സ്ഥാപിച്ചാൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ചുരുളി സ്വദേശി മോൻസി ജോർജ് എന്നയാൾ രാത്രിയിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് തട്ടേക്കാട് ചെക്ക് പോസ്റ്റിൽ ക്രോസ് ബാറിലിടിച്ച് മരണപ്പെട്ടത്. ക്രോസ് ബാർ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാതിരുന്നതും റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്പീഡ് നിയന്ത്രിക്കാൻ റബ്ബർ പാടുകൾ സ്ഥാപിക്കാതിരുന്നതും റിഫ്ലക്ടറുകൾ ഇല്ലാതിരുന്നതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് അനുമാനം. കൃത്യമായ സ്ഥലത്തല്ല ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ചെക്ക് പോസ്റ്റ് 1.5 കിലോമീറ്റർ മാറ്റി പുന്നേക്കാട് പ്ലാന്റേഷനിൽ മാവിൻചൂട് ഭാഗത്തേക്ക് സ്ഥാപിക്കണമെന്ന് ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെൻറ്റ് മുൻ ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ തട്ടേക്കാടുള്ള ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കുന്നത് 15 കിലോമീറ്റർ അകലെയുള്ള കുട്ടമ്പുഴ റേഞ്ചിന് കീഴിൽ കൂവപ്പാറ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ്. ഈ ചെക്ക് പോസ്റ്റ് പുന്നേക്കാട് മാവിൻചൂട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചാൽ 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ നിയന്ത്രണത്തിൽ വരും. പ്ലാന്റേഷനിലെ കാട്ടാന ശല്യം ഒരു പരിധിവരെ ഇവർക്ക് നിയന്ത്രിക്കാനും കഴിയും. കൂടാതെ കൂവപ്പാറ സ്റ്റേഷനിൽ അധികം വരുന്ന ജീവനക്കാരെ പൂയംകുട്ടി മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കാനും കഴിയും. ഈ നിർദ്ദേശം തൃശൂർ സർക്കിൾ വഴി നടപ്പിലാക്കണമെന്ന് മലയാറ്റൂർ DFO സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ കെട്ടിടം പണിയുന്നത് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി തുക ലഭ്യമാക്കാമെന്ന് ഡീൻ കുര്യാക്കോസ് MPയും ഷിബു തെക്കുംപുറം MLAയും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഫാം ഭാരവാഹികൾ പറഞ്ഞു. ഈ നിർദ്ദേശം നടപ്പായാൽ കുട്ടമ്പുഴ നിവാസികൾക്ക് പുന്നേക്കാട് പ്ലാന്റേഷനിലൂടെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന വന്യജീവി ശല്യം ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.